ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞാവ് എന്നെ അന്വേഷിച്ച് അടുക്കളയിൽ വന്നാണ്. അപ്പോൾ അവൾ നോക്കിയപ്പോൾ നമ്മുടെ ഫോൺ സ്റ്റാൻഡിലിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓടി വന്ന് ഹായ് പറയൂ കേട്ടോ. അവൾ ഗമയ്ക്കുന്ന വലിയ ഗമയ്ക്ക് ആദ്യം തന്നെ ഹായ് ഒക്കെ പറഞ്ഞു. പിന്നെ അവൾ ഓർത്തത് ക്യാമറ ഇങ്ങനെ ഒരുപാട് മുകളിലല്ലേ, അപ്പോൾ കാണില്ലായിരിക്കും എന്ന് വിചാരിച്ച് എന്നോട് എടുത്ത് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ അവൾ ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങൾ തേക്കാണ്ടായിരുന്നു, അതൊക്കെ തേച്ച് കഴുകിയെടുത്തു. പിന്നെ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പീലിമോളെ അംഗനവാടിയിൽ നിന്ന് കൊണ്ടുവരാൻ നേരത്ത് 1 കിലോ പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പഴുത്ത പഴം വരുന്നത്. ആകെ 5 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പഴുത്ത പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നിന്ന് ആരും കാണാതെ പറഞ്ഞാൽ ഞാൻ അകത്താക്കി. അത് മോൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും ഒരെണ്ണം കഴിച്ചു. ബാക്കി 3 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 3 പഴം കൊണ്ട് പഴംപൊരി വറുത്തെടുത്തു. അപ്പോൾ ആർക്കും അങ്ങനെ എത്തിയില്ല കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ തൂക്കലും തുറക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരത്തേക്കുള്ള കറിക്ക് ചെമ്മീനാണ് കേട്ടോ കിട്ടിയത്. പൊടി ചെമ്മീനായിരുന്നു. അപ്പോൾ മോളത് അങ്ങനെ കുത്തിയിരുന്ന് കിള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറി വെക്കാൻ പോവാൻ കേട്ടോ. അതിൽ നിന്ന് ഒരു 1/4 ഭാഗം എടുത്തിട്ട് മുരിങ്ങാക്കോലും തക്കാളിയും കൂടി തേങ്ങ അരച്ച് കറി വെക്കാൻ പോണേ. അപ്പോൾ ആദ്യം തന്നെ മുരിങ്ങാക്കോലും തക്കാളിയും ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ചെമ്മീനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ അത് പുരട്ടി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മുരിങ്ങാക്കോലും തക്കാളി വെന്ത് വന്നപ്പോഴേക്കും അതിലേക്ക് അരപ്പിട്ട് കൊടുത്തു. കുറച്ച് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് അപ്പുറത്തേക്ക് പോയി തിരിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ കറി തിളച്ച് മൂടിയിലൊക്കെ ആയിട്ടോ. പിന്നെ ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുത്തു. അങ്ങനെ കറി റെഡിയായി വന്നപ്പോഴേക്കും ഒന്ന് താളിച്ചും കൂടി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞതും പിന്നെ ഒരു 2-3 ഉണക്കമുളകും കൂടി എടുത്ത് താളിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ അത്താഴം റെഡി ആയിട്ടുണ്ട്. പിന്നെ സന്ധ്യാവിളക്ക് കൊളുത്തലും നാമം ജപിക്കലും എല്ലാം കഴിഞ്ഞ് 7 മണിയായപ്പോഴേക്കും ഞങ്ങൾ രാത്രിയിലത്തെ ഫുഡ് കഴിച്ചു. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. അതിനുശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റൗവും എല്ലാം തുടച്ചിട്ടതിന് ശേഷം നമ്മുടെ ഊണുമേശയും കൂടി ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.